അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഹലോകത്തിന്റെ അലങ്കാരവും മോടിയും പലപ്പോഴും നമസ്കാരത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കാറുണ്ട്. പ്രവാചകനെ അള്ളാഹു ഉപദേശിക്കുകയാണ്, വേദഗ്രന്ഥത്തിൽ നിന്നും വഹി നൽകപ്പെട്ടതിന്റെ നീ പാരായണം ചെയ്യുക, അതിന് മാറ്റം വരുന്നതേയല്ല. ഒപ്പം രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരുടെ കൂടെ നിന്റെ മനസ്സിനെ ക്ഷമാപൂർവ്വം സ്ഥിരപ്പെടുത്തുക. ഇഹലോകത്തിന്റെ അലങ്കാരങ്ങൾ നിന്റെ ശ്രദ്ധയെ അവരിൽ നിന്നും തെറ്റിക്കാതിരിക്കട്ടെ. നമുക്ക് നോക്കാം ആയത്ത് 27-28. أعوذ بالله من الشيطان الرجيم واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. അത് ഖുർആനെ ധൃതിപ്പെട്ട് ഹൃദയസ്ഥമാക്കാൻ വേണ്ടി നാവ് ചലിപ്പിക്കണ്ട എന്ന് പ്രവാചകനോട് സൂറത്ത് ഖിയാമയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതിനെ ഓതിത്തരലും സമാഹരിക്കലും വിവരിച്ചു തരലും എല്ലാം നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. സൂറത്ത് ആയലയിൽ കാണാം, സനുഖരിഉക ഫലാ തൻസ, ഞാൻ ഓതിത്തരാം, നീ അത് മറന്നു പോകില്ല. പ്രവാചകന്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഒരു ആശങ്കയാണ് ഇത്. എഴുത്തും വായനയും അറിയില്ലല്ലോ, ഇത്ര വലിയൊരു ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാനാകും? അങ്ങനെ വരുന്ന സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ ആശ്വാസവചനങ്ങൾ എത്തുകയാണ്. ഇത് മറ്റൊരു രൂപത്തിലാണ് 27-ാം ആയത്തിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചത് ഗുഹാവാസികൾ എത്ര വർഷം ഉറങ്ങി എന്നതിനെക്കുറിച്ചാണ്. അള്ളാഹു പറയുന്നത് കൃത്യമായിട്ട് 300 വർഷം സൗരവർഷപ്രകാരവും ചന്ദ്രവർഷപ്രകാരമാണെങ്കിൽ 9 കൂടുതലും എടുത്തു. ഇത് വളരെ കൃത്യമായിട്ട് ഗോളശാസ്ത്രം അറിയുന്ന ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്നൊരു കാര്യം നിരക്ഷരനായൊരു പ്രവാചകൻ പറയുകയാണ്. ആയത്ത് 27 നോക്കാം. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. വത്ലു, നീ പാരായണം ചെയ്യുക, ഓതുക, മാ ഉഹിയ, വഹി നൽകപ്പെട്ടത് അഥവാ ബോധനം നൽകപ്പെട്ടത്, ഇലൈക നിനക്ക്, മിൻ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന്, റബ്ബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് ബോധനം നൽകപ്പെട്ടത് നീ പാരായണം ചെയ്യുക. ലാ മുബദ്ദില ലികലിമാത്തി, ലാ മുബദ്ദില ഭേദഗതി വരുത്തുന്നവനില്ല, മാറ്റിമറിക്കുന്നവനില്ല, ലികലിമാത്തിഹി അവൻ്റെ വചനങ്ങളെ. ഇവിടെ വളരെ കൃത്യമാണ്. നീ ധൃതിപ്പെട്ട് നാവ് ചലിപ്പിക്കേണ്ട, നാം നിനക്കത് ഓതിത്തരാം, നീ അത് മറന്നു പോവുകയില്ല എന്നുള്ള ആശ്വാസ വചനങ്ങൾക്കൊപ്പം ചേർത്ത് വായിക്കാവുന്ന ആയത്താണിത്. കാരണം ഈ വചനങ്ങൾ നീ പാരായണം ചെയ്താൽ മതി, ആ വചനങ്ങൾ മാറ്റം ചെയ്യപ്പെടുന്ന ഒരുത്തനും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. വലൻ തജിദ, നിനക്ക് കിട്ടുന്നതേയല്ല, നീ കണ്ടെത്തുന്നതേയല്ല. ലൻ ഫ്യൂച്ചറിൽ പറയുന്നതാണ്, വിൽ നോട്ടാണ്. മിൻ ദൂനിഹി അവനല്ലാതെ, അവനെ കൂടാതെ, മുൽതഹദ ഒരു രക്ഷാവലംബം. അപ്പോൾ ഇവിടെ ഏകരക്ഷ അള്ളാഹുവാണ് എന്ന കാര്യം കൂടി ചേർത്ത് പറയുകയാണ്. അള്ളാഹു നൽകുന്ന മോട്ടിവേഷനാണത്. മനസ്സിലെ ചിന്തകളെ തൊട്ടറിയുന്ന അള്ളാഹു പ്രവാചകന്റെ മനസ്സിനെ ആശ്വാസത്തിലാക്കുന്നു. അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ. വസ്ബിർ, നീ ക്ഷമപ്പെടുത്തുക, അതല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുക, നഫ്സക നിന്റെ ആത്മാവിനെ അഥവാ ദേഹത്തെ, മഅല്ലദീന മഅ കൂടെ, അല്ലദീന യാതൊരു കൂട്ടരോട് കൂടെ, യദ്ഊന അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബഹും അവരുടെ രക്ഷിതാവിനെ, ബിൽ ഗദാത്ത് രാവിലെ, വൽ അശി വൈകുന്നേരം, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, വജ്ഹഹു അവൻ്റെ മുഖത്തെ, പ്രീതിയെ, അള്ളാഹുവിൻ്റെ പ്രീതിയെ. രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിൻ്റെ മുഖത്തെ അതല്ലെങ്കിൽ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് അവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നിന്നെ സ്ഥിരപ്പെടുത്തുക, ക്ഷമയോടെ സ്ഥിരപ്പെടുത്തുക. വലാ തഅദു ഐനാക അൻഹും, വലാ തഅദു നീ വിട്ടുപോകരുത്, ഐനാക്ക നിന്റെ 2 കണ്ണുകൾ, ദൃഷ്ടികൾ, അൻഹും അവരിൽ നിന്നും, ആ നമസ്കരിക്കുന്നവരിൽ നിന്നും നിന്റെ കണ്ണുകളെ നീ തെറ്റിക്കരുത് കേട്ടോ. ഒരു വല്ലാത്ത ഉപദേശമാണ്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, തുരീദു നീ ഉദ്ദേശിച്ചുകൊണ്ട്, സീനത്ത് അലങ്കാരത്തെ, ഭംഗിയെ, അൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ നമസ്കരിക്കുന്നവരിൽ നിന്നും നിന്റെ കണ്ണുകളെ നീ തെറ്റിക്കാതിരിക്കട്ടെ എന്ന്
വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. വലാ തുതിഅ നീ അനുസരിച്ചു പോകരുത്, മൻ ഒരുത്തനെ, അഗ്ഫൽനാ നാം ബോധരഹിതനാക്കി, ഖൽബഹു അവൻ്റെ ഹൃദയത്തെ, അൻ ദിക്രിനാ നമ്മുടെ സ്മരണയെ തൊട്ട് നാം അവൻ്റെ ഹൃദയത്തെ ബോധരഹിതനാക്കി. അങ്ങനെയുള്ള ഒരുത്തനെ നീ അനുസരിക്കരുത്. വത്തബഅ ഹവാഹു അവനാകട്ടെ, വത്തബഅ അവൻ പിൻപറ്റുകയും ചെയ്തു, ഹവാഹു അവൻ്റെ ഇച്ഛയെ അല്ലെങ്കിൽ തന്നിഷ്ടത്തെ. വകാന അംറുഹു ഫുർത്ത വകാന ആകുകയും ചെയ്തു, അംറുഹു അവൻ്റെ കാര്യം ഫുർത്ത അതിരു കവിഞ്ഞത്. തൻ്റെ കാര്യത്തിൽ അതിരു കവിഞ്ഞവനായിരിക്കുകയും തൻ്റെ ഇച്ഛയെ പിന്തുടരുകയും ചെയ്യുന്ന ഒരാൾ, അവൻ്റെ ഹൃദയത്തെയാകട്ടെ അള്ളാഹു അവൻ്റെ സ്മരണയെ തൊട്ട് ബോധരഹിതനാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം ഒരാളെ നീ അനുസരിച്ചു പോകരുത്. നാം ആരെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിലപാട് ഖുർആൻ നമുക്ക് നൽകുകയാണ്. സത്യവിശ്വാസികൾ ഏറെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആയത്തുകളാണ് നാം പറഞ്ഞു വെച്ചത്. ആയത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം പറയാം. തങ്ങളുടെ റബ്ബിൻ്റെ മുഖത്തെ, പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് കാലത്തും വൈകുന്നേരവും അവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നിന്നെ സ്ഥിരപ്പെടുത്തുക. ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരത്തെ ഉദ്ദേശിച്ച് അവരിൽ നിന്നും നിന്റെ ദൃഷ്ടികൾ വിട്ടുപോകരുത്. നമ്മുടെ ബോധനത്തെ സംബന്ധിച്ച് നാം ആരുടെ ഹൃദയത്തെ ബോധരഹിതനാക്കുകയും തൻ്റെ ഇച്ഛയെ അവൻ പിന്തുടരുകയും തൻ്റെ കാര്യം അതിരു കവിഞ്ഞതായിരിക്കുകയും ചെയ്തിരിക്കുന്നുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.